അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, ഈ റമദാൻ മാസത്തിലെ പുണ്യദിവസത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന അർപ്പണ ബോധത്തിൻ്റെ ഒരു ചരിത്രം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാം മതം പഠനത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കണമെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച്, അതുപോലെ തന്നെ തങ്ങൾ നിർവഹിക്കുന്ന ആരാധനകളെക്കുറിച്ചുള്ള അറിവ് അനിവാര്യമായും നേടിയെടുക്കേണ്ടത് ഒരു ഉത്തമ ബോധമുള്ള ആളുകളാണ് മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ. ആ നിലക്ക് എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നോമ്പ് നോൽക്കേണ്ടത്, ഇതെല്ലാം പ്രവാചകൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാക്കി അതിനനുസൃതമായി കൊണ്ടുവേണം അത് നിർവഹിക്കാൻ. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും ഇസ്ലാമിക വൃത്തത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി അത് പഠിച്ചു മനസ്സിലാക്കാനുള്ള താല്പര്യം കാണിക്കണം എന്നുള്ളത്, അതാണ് ഇവിടെ സൂചിപ്പിച്ച അനിവാര്യത. ഈ നിലക്കായിരുന്നു പ്രവാചകനിൽ വിശ്വസിച്ചുകൊണ്ട് ആദ്യകാലങ്ങളിൽ കടന്നു വന്ന അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായിട്ടുള്ള ആളുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ സൂക്തങ്ങളും പ്രവാചകന് അവതരിപ്പിക്കുമ്പോൾ ആ സൂക്തങ്ങളെക്കുറിച്ച് അതിൻ്റെ വ്യക്തത ലഭിക്കാൻ വേണ്ടി പ്രവാചകൻ്റെ അടുക്കലേക്ക് ഓരോ സ്വഹാബിമാരും ഒഴുകിയെത്തി. ആ കൂട്ടത്തിൽ ആദ്യകാലങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറായി വന്ന ഒരു അന്ധനായ അബ്ദുള്ള ഇബ്നു മക്തൂം എന്ന് പറയുന്ന ഒരു അനുചരൻ്റെ ചരിത്രം, അർപ്പണബോധത്തിൻ്റെ ചരിത്രം, അതാകട്ടെ ഇന്നത്തെ നമ്മുടെ വിഷയം. സഹോദരങ്ങളെ, അദ്ദേഹം മക്കയിൽ ജീവിക്കുന്ന സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളുമായിട്ട് ഇസ്ലാമിനെക്കുറിച്ച് സംവദിക്കുകയായിരുന്നു. അബൂജഹലിനെ പോലെ, ഉത്ബത്ത് ബിൻ റബീഅയെ പോലെ, അതുപോലെ തന്നെ ഷെയ്ബയെ പോലെയുള്ള ആളുകൾ, അവരൊക്കെ ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കളായിട്ട് രംഗപ്രവേശം ചെയ്ത ആളുകളാണ്. അവരിൽ ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചാൽ അത് നന്നായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നി. അവരുമായിട്ട് ഇസ്ലാമിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന വേദിയിൽ അന്ധനായ അബ്ദുള്ള ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ഒരു വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് പ്രവാചകൻ്റെ അടുക്കിലേക്ക് വരികയാണ്. പ്രവാചകൻ അന്വേഷിച്ചുകൊണ്ട് പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് വന്നത് പുതുതായി എന്തെങ്കിലും പരിശുദ്ധ ഖുർആനിൻ്റെ സൂക്തങ്ങൾ അവതരിച്ചിട്ടുണ്ട് എങ്കിൽ അത് കേൾക്കാനും അതിൽ നിന്ന് പുതുതായിട്ടുള്ള അറിവ് നേടിയെടുക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനും വേണ്ടിയാണ്. എന്നാൽ ആ ഒരു പ്രമാണിമാരുമായിട്ട് സംസാരിക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബ്ദുള്ള ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിൻ്റെ വരവ് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അബ്ദുള്ള ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ഏതായാലും മുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ഇസ്ലാം സ്വീകരിക്കാത്ത, ഇസ്ലാമിനെ കഠിനമായി ഉപദ്രവിക്കുന്ന, ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ആളുകൾ അവരെങ്ങാനും ഇസ്ലാം സ്വീകരിച്ചു വന്നാൽ അതായിരിക്കും നല്ലത് എന്നതാണ് പ്രവാചകൻ്റെ ഹൃദയത്തിൽ തോന്നിയത്. ആ പ്രവാചകൻ്റെ ഹൃദയം ഏറ്റവും നന്നായി അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ 80-ാമത്തെ അധ്യായത്തിൽ സൂറത്ത് അബസയിലെ 16 സൂക്തങ്ങൾ അവതരിപ്പിക്കുകയാണ്. അബസ വതവല്ല, അദ്ദേഹം മുഖം ചുളിച്ചു തിരിഞ്ഞുകളയുകയും ചെയ്തു എന്ന്. അതായത് അബ്ദുള്ള ഇബ്നു ഉമ്മു മക്തൂം എന്ന് പറയുന്ന അന്ധൻ അവിടേക്ക് പ്രവേശിച്ചപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിഞ്ഞുകളയുകയും ചെയ്തു. അൻജാഅഹുൽ അഅമ, തൻ്റെ അടുക്കൽ ആ കുരുടൻ വന്നതിനാൽ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, നിനക്കെന്തറിയാം അദ്ദേഹം പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ,
ഔ യദ്ദക്കറു ഫതൻഫഉ ദിക്റ, അല്ലെങ്കിൽ അദ്ദേഹം ഉപദേശം സ്വീകരിക്കുകയും അങ്ങനെ ആ ഉപദേശം അദ്ദേഹത്തിന് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാം. അമ്മാ മനിസ്തഗ്ന, എന്നാൽ ധന്യത നടിച്ച, സ്വയം പര്യാപ്തത ധരിച്ചവരാകട്ടെ ഫഅൻത ലഹു തസദ്ദ, അവന് വേണ്ടി നീ ഒരുമ്പെട്ടിരിക്കുന്നു എന്ന്. വമാ അലൈക അല്ലാ യസ്സക്ക, അവൻ പരിശുദ്ധി പ്രാപിക്കാതിരുന്നതിനാൽ നിന്റെ മേൽ എന്താണ് ബാധ്യതയുള്ളത്. വഅമ്മാ മൻ ജാഅക യസ്ആ, എന്നാൽ ഉത്സാഹപൂർവം പറഞ്ഞുകൊണ്ട് നിന്റെ അടുക്കൽ വന്നവനാകട്ടെ വഹുവ യഖ്ഷ, അദ്ദേഹമോ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ്. ഫഅൻത അൻഹു തലഹ, അദ്ദേഹത്തെപ്പറ്റി നീ അശ്രദ്ധ കാണിക്കുന്നു. കല്ലാ ഇന്നഹാ തദ്കിറ, അങ്ങനെ വേണ്ട, നിശ്ചയമായിട്ടും അവ, അതായത് ഖുർആനിലെ സൂക്തങ്ങൾ അതൊരു ഉപദേശമാകുന്നു. ഫമൻ ശാഅ ദക്കറഹു, ആകയാൽ ആര് വേണമെന്ന് ഉദ്ദേശിച്ചുവോ അവരത് ഓർമ്മിച്ചു കൊള്ളട്ടെ. ഫീ സുഹുഫിൻ മുകറമ, മാനിക്കപ്പെട്ടതായിട്ടുള്ള ചില ഏടുകളിലാണ് അതുള്ളത്. മർഫൂഅത്തിൻ മുതഹറ, അതെ ഉന്നതമാക്കപ്പെട്ടതും പരിശുദ്ധമാക്കപ്പെട്ടതുമായിട്ടുള്ള ഏടുകളിൽ. ബി ഐദി സഫറ, ചില ദൗത്യവാഹകന്മാരുടെ കൈക്ക്. കിറാമിൻ ബററ, മാന്യന്മാരും പുണ്യവാന്മാരുമായിട്ടുള്ള ദൗത്യവാഹകന്മാരായിട്ടുള്ള ആളുകളുടെ കൈകളിലൂടെ അത് പ്രവാചകൻ്റെ കയ്യിലേക്ക് എത്തി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രവാചകനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവതരിപ്പിക്കുകയാണ്. അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തും റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ അവിടെ പോയത് പ്രവാചകൻ്റെ മേൽ ഇങ്ങനെയുള്ള ആക്ഷേപ വാക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് അവതരിപ്പിക്കണമെന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല, നേരെ മറിച്ച് അതുവരെയുള്ള പരിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ, ആ അവതരിച്ച സൂക്തങ്ങൾ പഠിച്ച അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തും പുതുതായിട്ട് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ആ അറിവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത്. എന്നാൽ സഹോദരങ്ങളെ, അവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തും റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വരവിനെ ഇഷ്ടപ്പെടാതിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചുകൊണ്ട് വാനലോകത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ദിവ്യ സന്ദേശം ഇറക്കിക്കൊടുക്കുകയാണ്. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തും റളിയല്ലാഹു അൻഹു അത് സംബന്ധമായിട്ട് അദ്ദേഹം തുടർന്ന് അങ്ങോട്ട് ജീവിച്ച കാലമത്രയും അതിൻ്റെ ഒരു തരി പോലും ഒരു അഹങ്കാരമോ ലോകമാന്യതയോ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല. ഇന്നിൻ്റെ കാലഘട്ടത്തിലേക്ക് ഈ ഒരു ചരിത്രത്തെ നമ്മൾ വലിച്ചിടുകയാണ് എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും നമ്മുടെ സംസാരം. നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ലോകസ്രഷ്ടാവിൽ നിന്ന് ഒരു ആയത്ത് അവതരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ അടുക്കലേക്ക് നമ്മൾ പോയാൽ നമ്മളുടെ ഹൃദയം വെമ്പൽ കൊള്ളും. എന്തിനു വേണ്ടി? എന്നെ മനസ്സിലായില്ലേ, എൻ്റെ കാരണമാണ് ഈ സൂക്തം അവതരിച്ചത്, ഞാൻ അബസയുടെ ആളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളുടെ മുമ്പിൽ പെരുമ നടിക്കാൻ വേണ്ടിയിട്ടൊരു പക്ഷേ നമ്മളത് ഉപയോഗിക്കും. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തും റളിയല്ലാഹു അൻഹുവിൻ്റെ പെരുമാറ്റത്തിൽ, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ എവിടെയും ചരിത്രത്തിൻ്റെ താളുകളിൽ നമുക്കത് കാണാൻ സാധിക്കുകയില്ല. ഒരു ലെവലേശം അദ്ദേഹം അതിൻ്റേതായിട്ടുള്ള ഒരു ലോകമാന്യത അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല. മറിച്ച് അദ്ദേഹം കാണിച്ച പഠനത്തിനു വേണ്ടിയുള്ള അർപ്പണബോധം, സഹോദരങ്ങളെ, അത് എന്നും എല്ലാ സത്യവിശ്വാസികൾക്കും മാതൃകയാക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 80-ാം അധ്യായമായ സൂറത്ത് അബസയിലെ 1 മുതൽ 16 വരെയുള്ള സൂക്തങ്ങൾ അത് ശേഷിപ്പിച്ചു. ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനത്തിൻ്റെ ദിവസങ്ങൾ വരെ സഹോദരങ്ങളെ അത് പാരായണം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയോ ആ അന്ധനായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തും റളിയല്ലാഹു അൻഹു, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാം, മദീനയിൽ നിന്ന് ഏതാനും ചില ആളുകൾ കടന്നു വരുന്നു. ആ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവർ പ്രവാചകനുമായിട്ട് കരാറിൽ ഏർപ്പെടുകയാണ്. അതായത് പ്രവാചകനും അവിടെയുള്ള വിശ്വാസികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്താൽ അവരെ സംരക്ഷിക്കാം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഉടമ്പടി. ആ ഉടമ്പടിക്ക് ശേഷം അവർ പറഞ്ഞു, അടുത്ത വർഷം ഞങ്ങൾ വരാം, അതിനുശേഷം നമുക്ക് ഹിജറ പോകുന്നതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം, പലായനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാം. പക്ഷേ ആ ഒരു കാലത്തിന് ഇടക്ക് ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ആളെ വിട്ടു തരണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ വിട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്അബ് ബിൻ ഉമൈർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുചരനെ ആ ചുമതല ഏൽപ്പിക്കുകയാണ്. ആദ്യമായിട്ട്
ഇസ്ലാമിൻ്റെ ഒരു അംബാസഡറായിക്കൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് അവിടെ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സഹായി എന്നോണം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സഹായിയായിക്കൊണ്ട് അബ്ദുല്ലാ ഇബ്നു ഉമ്മു മക്തൂം എന്ന് പറയുന്ന അന്ധനായിട്ടുള്ള ഈ സ്വഹാബിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുകയാണ്. അവിടെ എവിടെയും അദ്ദേഹം പറഞ്ഞില്ല, പ്രവാചകരെ എന്നെ എന്തിനാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇപ്പോൾ പറഞ്ഞയക്കുന്നത്? കാരണം എനിക്ക് കണ്ണു കാണുകയില്ല, ഞാൻ അന്ധനാണ്, ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വരും എന്ന ഒരു വർത്തമാനം അദ്ദേഹം പറഞ്ഞിട്ടില്ല. നമ്മളോ മതപരമായിട്ടുള്ള ആത്മീയ മേഖലകളിൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം നമുക്ക് ഏൽക്കേണ്ടി വന്നാൽ ആ മേഖലയിൽ എന്തെങ്കിലും ഒഴികഴിവുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളുകളാണ് ഇന്നിൻ്റെ ജനത എങ്കിൽ അന്ന് ആ സ്വഹാബികൾ അവരതെല്ലാം ഒരു അവസരമായിക്കൊണ്ട് മനസ്സിലാക്കുകയാണ്. അതെല്ലാം അവസരമായിക്കൊണ്ട് അവർ മനസ്സിലാക്കി അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ട് അവർ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഈ അബ്ദുല്ലാ ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ മദീനയിലേക്ക് പോയി. മദീനയിലെത്തിയ അബ്ദുല്ലാ ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു അവിടെയുള്ള അസ്വദ് ബിൻ സുറാറ എന്ന് പറയുന്ന സഹാബിയുമായിട്ട് റളിയല്ലാഹു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ആ സഹാബിയുമായിട്ട് അവിടെ ഓരോ വീടുകൾ കയറിയിറങ്ങി അവിടെ ഈ പരിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്താൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠന ക്ലാസ്സുകൾ നടത്തുന്നതിലേക്ക് ക്ഷണിക്കുകയാണ്. മുസ്അബ് ബിൻ ഉമൈറിൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഖുർആൻ കേൾക്കണം, അത് പരിചയപ്പെടണം, അത് മനസ്സിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ അന്ധനായിട്ടുള്ള സ്വഹാബി ഓരോ വീടുകളിലേക്കും ഓരോ ആളുകളിലേക്കും നിയോഗിച്ച അസ്വദ് ബിൻ സുറാറയുമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ പല സന്ദർഭങ്ങളിലും അദ്ദേഹം അതിനുവേണ്ടി യാത്ര തിരിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ആ സ്വഹാബി അവിടെയും അവസാനിച്ചില്ല അദ്ദേഹത്തിൻ്റെ ത്യാഗ പരിശ്രമങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്നതിനു വേണ്ടി അവിടെ കഅബാലയം അവിടെ മദീനയിൽ മസ്ജിദുൻ നബവി മദീന പള്ളി അവിടെ സ്ഥാപിക്കുകയാണ്. ആ മദീന പള്ളി സ്ഥാപിച്ചപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് അബ്ദുല്ലാ ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന് നൽകുന്നത്. അതായത് ജനങ്ങളെ നമസ്കാരത്തിന് ക്ഷണിക്കുന്നതിന് വേണ്ടി ബാങ്ക് വിളിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തുമ്പോൾ ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടി അബ്ദുല്ലാ ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെയാണ് ചുമതലപ്പെടുത്തുന്നത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് ബാങ്ക് കൊടുക്കുന്നതും ഇഖാമത്ത് കൊടുക്കുന്നതും നമസ്കാരത്തിൻ്റെ സമയമായി എന്ന് അറിയിച്ചുകൊണ്ട് പള്ളിമിനാരങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഈ ഒരു ശബ്ദം അത് ഒരുപാട് വിശ്വാസികളായിട്ടുള്ള ആളുകളെ അതിലേക്ക് വിജയത്തിലേക്ക് നമസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ആഹ്വാനമാണ്. ആ ഒരു ഉത്തരവാദിത്വം കൃത്യസമയത്ത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ സമയത്ത് അത് നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ പോരായ്മകൾ സംഭവിക്കും. അതുകൊണ്ട് അവിടെ അത് കൃത്യമായി നിർവഹിക്കണം. സഹോദരങ്ങൾ, ഒരു വീഴ്ചയും വരുത്താതെ അബ്ദുല്ലാ ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ആ ഒരു വിഷയത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് അത് നിർവഹിക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. അതും തീർന്നില്ല സഹോദരങ്ങളെ. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രദേശം വിട്ടുകൊണ്ട് മദീന വിട്ടുകൊണ്ട് എവിടേക്കെങ്കിലും പോവുകയാണ് എങ്കിൽ ആ മദീനയുടെ ഉത്തരവാദിത്വം അതിൻ്റെ ഭരണ ചുമതല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡെലിഗേറ്റ് ചെയ്യാറുള്ളത്, അത് ഏൽപ്പിച്ചു കൊടുക്കാറുള്ളത് അബ്ദുല്ലാ ഇബ്നു ഉമ്മു മക്തൂം എന്ന് പറയുന്ന അന്ധനായ ആ സ്വഹാബിയെയാണ്. അദ്ദേഹം അവിടെയും അതൊരു ഉത്തരവാദിത്തമായി കാണുന്നതോടൊപ്പം തന്നെ ഒരു അവസരമായി കൊണ്ട് കാണുകയാണ്. നമ്മുടെ മേൽ പല രൂപത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ അത് അവസരമാണ് എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. നേരെ മറിച്ച് ഭാരിച്ച എന്തോ നമ്മുടെ തലയിൽ വെച്ച് തരികയാണ്, മറ്റുള്ള ആളുകൾ നമ്മളെ അത് ഏൽപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടുകയാണ് എന്നാണ് ഇസ്ലാമിക പ്രബോധനം അതല്ലെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകൾക്ക് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ തോന്നുന്നത് എങ്കിൽ മുമ്പ് സഹാബികൾ അങ്ങനെയായിരുന്നില്ല, പ്രവാചകൻ്റെ ഉത്തമരായിട്ടുള്ള അനുചരന്മാർ അങ്ങനെയായിരുന്നില്ല. അവരതെല്ലാം ആവേശപൂർവ്വം സ്വീകരിച്ചത് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കാനുള്ള ഒരു അവസരമായി കൊണ്ടാണ്. സഹോദരങ്ങളെ, അവിടെയും തീർന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായിക്കൊണ്ട് മദീനയിൽ ധാരാളക്കണക്കിന് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദർ യുദ്ധം അതുപോലെ തന്നെ ഉഹുദ് യുദ്ധം
ഇതൊക്കെ നടന്നതിന് ശേഷം അദ്ദേഹം വല്ലാതെ വിഷമിച്ചു പോയി. കാരണം എന്താണ്? അന്ധനായ തനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തതായിട്ടുള്ള സുവിശേഷം പരിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുമ്പോൾ അവിടെ ആ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയം വേദനിക്കുകയാണ്. കാരണം അന്ധനായി പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ആ യുദ്ധം എനിക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഒരു അവസരം, വലിയ ഒരു പ്രതിഫലം, അതാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന് വേദനിച്ച അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ സൂറത്ത് നിസായിലെ 95, 96 സൂക്തങ്ങൾ അവതരിപ്പിക്കുകയാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന ഗൈറു ഊലിൽ ളററി വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിഹിം വ അൻഫുസിഹിം. സത്യവിശ്വാസികളിൽ നിന്ന് ബുദ്ധിമുട്ടുള്ളവരല്ലാത്ത അടങ്ങിയിരിക്കുന്നവരും തങ്ങളുടെ സ്വത്തുക്കളും ദേഹങ്ങളും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവരും സമം ആവുകയില്ല എന്നാണ്. ഫളലല്ലാഹുൽ മുജാഹിദീന ബി അംവാലിഹിം വ അൻഫുസിഹിം അലൽ ഖാഇദീന ദറജ. തങ്ങളുടെ സ്വത്തുക്കളും തങ്ങളുടെ ദേഹങ്ങളും കൊണ്ട് സമരം ചെയ്യുന്നവരെ, അടങ്ങിയിരിക്കുന്നവരെക്കാൾ അള്ളാഹു പദവികൾ കൊണ്ട് ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന. എല്ലാവരോടും തന്നെ അള്ളാഹു ഏറ്റവും നല്ലത് നൽകുമെന്ന വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഫളലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന അജ്റൻ അളീമ. സമരം ചെയ്യുന്നവരെ അടങ്ങിയിരിക്കുന്നവരെക്കാൾ വമ്പിച്ച പ്രതിഫലത്താൽ അള്ളാഹു ശ്രേഷ്ഠരാക്കുകയും ചെയ്തിട്ടുണ്ട്. ദറജാത്തിൻ മിൻഹു വമഗ്ഫിറതൻ വറഹ്മ വകാനല്ലാഹു ഗഫൂറർ റഹീമ. അവങ്കൽ നിന്നുള്ള പല പദവികളും പാപമോചനവും കാരുണ്യവും അവർക്ക് ലഭിക്കും. അള്ളാഹു വളരെ പൊറുക്കുന്നവനാണ്, അള്ളാഹു കരുണാനിധിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അവിടെ ആയത്ത് അവതരിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരൊറ്റ ആയത്തിലൂടെ രോഗമുള്ള, അംഗവൈകല്യമുള്ള ആളുകൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. ഈ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇസ്ലാമിക നേതൃത്വം അവിടെ ഒരു യുദ്ധത്തിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ നേതൃത്വത്തിൽ അവർക്ക് പറയാനുള്ള ന്യായമുണ്ട്. അംഗവൈകല്യമുണ്ട്, എനിക്ക് രോഗമുണ്ട്, ഇതൊക്കെ അവർക്ക് ആ വിഷയത്തിലുള്ള എക്സ്ക്യൂസാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുമ്പോൾ ലോകാവസാനം വരെയുള്ള ആ ജനങ്ങൾക്ക്, മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒരു മതവിധിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് സമയത്താണ് ഹിജ്റ 14-ാം നൂറ്റാണ്ട്, ഇതിലെ 14-ാം വർഷത്തിൽ പേർഷ്യക്കാരുമായിട്ടുള്ള ഖാദിസിയ യുദ്ധം നടക്കുന്നത്. ആ ഖാദിസിയ യുദ്ധത്തിൽ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ആ യുദ്ധത്തിലേക്ക് ആളുകളെ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിയോഗിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ കൊടി പിടിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത് സഹോദരങ്ങളെ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ആണ്. അന്ധനായിട്ടുള്ള ഈ സ്വഹാബിയെ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ തിരിഞ്ഞു പോകണം, നിങ്ങൾക്ക് ഈ യുദ്ധത്തിൽ പങ്കെടുക്കൽ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തുമ്പോൾ എന്നെ ഈ നന്മയിൽ തടയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ വാശി പിടിച്ചുകൊണ്ട് ആ കൊടി, ഇസ്ലാമിൻ്റെ കൊടി എൻ്റെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. 3 ദിവസത്തെ കഠോരമായിട്ടുള്ള യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ഒരുപാട് മുസ്ലിമീങ്ങൾ ഷഹീദായി. ആ യുദ്ധത്തിൽ ഇസ്ലാമിൻ്റെ പതാക കെട്ടിപ്പുണർന്ന് രക്തത്തിൽ മുങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം യുദ്ധക്കളത്തിൽ നിന്ന് ലഭിക്കുന്നത്, അദ്ദേഹം മരണപ്പെടുന്ന ഒരു വാർത്തയാണ് പിന്നീട് ലഭിക്കുന്നത്. സഹോദരങ്ങളെ, ഈ നിലക്ക് വലിയ ഒരു അർപ്പണബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദീനിനു വേണ്ടി ചെയ്തു. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, അദ്ദേഹത്തിന് കണ്ണില്ലായിരുന്നു, അദ്ദേഹത്തിന് കാഴ്ചയില്ലായിരുന്നു. കാഴ്ച നൽകിയ അദ്ദേഹത്തിന് ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങളെപ്പോലെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ച നമ്മൾ അതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് കണ്ണുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഭൂമി ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും കണ്ടാസ്വദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ കണ്ണുകൾ, ആ കണ്ണുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനോട് അനുഗ്രഹം കാണിച്ചുകൊണ്ട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാനും
അള്ളാഹുവിനെ അനുസരിക്കാനും ജീവിതം ചിട്ടപ്പെടുത്താനും സാധിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു ചരിത്രം ഇവിടെ അവതരിപ്പിച്ചത്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. റമദാൻ മാസത്തിൽ അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോൽക്കുന്ന നമ്മൾ ഹൃദയത്തെ അതിനു വേണ്ടിയിട്ട് പരിവർത്തിപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടിയിട്ട് ഒരു പരിവർത്തനം ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു മാസത്തെ ഉപയോഗപ്പെടുത്തുന്ന സത്യവിശ്വാസികൾക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിൽ വലിയ ഒരു പാഠമുണ്ട്. അദ്ദേഹത്തിൻ്റെ അർപ്പണബോധം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതൃകയാണ്. അദ്ദേഹം പഠിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിനോട് കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭയം, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അദ്ദേഹം അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ് എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയത്, ഇതെല്ലാം സഹോദരങ്ങളെ അദ്ദേഹം കാണിച്ച ദീനിനോടുള്ള കൂറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഒരു അംശം പോലും പ്രകടിപ്പിക്കാത്ത രൂപത്തിൽ നമ്മളുടെ നാളുകൾ കടന്നു പോകാൻ പാടില്ല. വിശിഷ്യ റമദാൻ മാസത്തിൽ അതൊക്കെ സ്വായത്തമാക്കാനുള്ള അവസരങ്ങളാണ് നമ്മുടെ മുമ്പിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. അതെല്ലാം ഏറ്റവും ശരിയായ രൂപത്തിൽ ഭംഗിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും ഈ ഒരു മാസത്തിൽ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായിട്ടുള്ള ഒരു അമലായി സ്വീകരിക്കട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.